നിലവിളിച്ചുകൊണ്ട് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എപ്പോഴും നിങ്ങൾ കരഞ്ഞുകൊണ്ട് നടക്കാൻ ഞാൻ പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്തെങ്കിലും നിങ്ങളൊന്ന് കരയണേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്തെങ്കിലും ഒന്ന് കരയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ കരയുന്നത് ദുആ ചെയ്യുമ്പോ? ആരാ ദുആ പോലും നമ്മൾ ചെയ്യാറില്ലല്ലോ, നമുക്കതിന് സമയമില്ലല്ലോ. എന്തിനാ ഉസ്താദേ ദുആ ചെയ്യുന്നത്? ദുആ ചെയ്യാൻ നമുക്ക് വല്ലാത്ത മടിയാണ്. പടച്ചവനെ, അതുകൊണ്ടാണ് നമസ്കാരം കഴിഞ്ഞ പള്ളിയിൽ നിന്ന് ഫർദ് നിസ്കരിച്ചിട്ട് എഴുന്നേറ്റ് ഓടുകയാണ്. നമ്മളിൽ പലരും ദുആയ്ക്ക് പോലും ഇരിക്കാത്തവരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദുആ ചെയ്യണമെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? എപ്പോഴും നീ ദുആ ചെയ്യണം, എപ്പോഴും നീ ദുആ ചെയ്യണം. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എപ്പോഴും ദുആ ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചവനെ, ദുആ ചെയ്യുമ്പോ എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ശബ്ദമുണ്ടല്ലോ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത പരിചയമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അതാ ചില മനുഷ്യന്മാർ അവിടെന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പറയും, അല്ലാഹ്, ഇന്ന മനുഷ്യനാണ് ദുആ ചെയ്യുന്നത്, ഇന്ന പെണ്ണാണ് ദുആ ചെയ്യുന്നത്, ആ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്യുമെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, റമദാനിന്റെ 30 ദിനങ്ങൾ പടച്ചവനെ റഹ്മത്തും മഗ്ഫിറത്തും നരകമോചനവും ആ പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. പടച്ചവനെ, ആ ഒരു മാസക്കാലം ഞാൻ നിങ്ങളും ഉണ്ടാക്കിയെടുത്ത ഈമാനികമായ പ്രകാശമുണ്ടല്ലോ, ആ ഈമാനികമായ ചൈതന്യമുണ്ടല്ലോ, ശപിക്കപ്പെട്ടവനായി ഇബ്ലീസിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് പറയുകയാ, ഞാൻ നിന്റെ അടിമയാ, ഞാൻ നിന്റെ അടിമയാണ്. ഒരു മാസക്കാലം ഉണ്ടാക്കിയെടുത്ത ഈമാൻ മുഴുവനും പടച്ചവനെ ഇബ്ലീസിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഇന്ന് അവസാനം ഇവിടെ നിന്ന് പിരിയുമല്ലോ. 11 മണിയാകുമ്പോ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് ഇത് കരങ്ങൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ നീ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയുമല്ലോ. എല്ലാവരും ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മൾ യാചിക്കുമല്ലോ. ആ യാചിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് കരയാൻ കഴിയുമോ? നിങ്ങളിൽ ആർക്കെങ്കിലും ഒന്ന് കരയാൻ കഴിയുമോ? നിങ്ങൾ നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നിങ്ങൾക്ക് നീ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യുമ്പോ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നിന്റെ കണ്ണിൽ നിന്ന് താഴേക്ക് നിനക്ക് ഒലിപ്പിക്കാൻ കഴിയുമോ? അല്ലാഹ്, ദുആ ചെയ്യുന്ന സമയത്ത് കരയാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ചവനെ, അതിനുള്ള മനസ്സു നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അധികമായിട്ട് നിങ്ങൾ കരയണം, നിങ്ങൾ അധികമായിട്ട് കരയണം, കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ദുആ ചെയ്യുന്ന സമയത്ത് കരയണം. പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം. നിങ്ങൾക്ക് കരച്ചല് വരുന്നില്ലേ? അതങ്ങനെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓർത്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കരയാൻ കഴിയുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എടാ, ദുആ ചെയ്യുന്ന സമയത്ത് നിനക്ക് കരയാൻ പറ്റുന്നില്ല, നിന്റെ മനസ്സത്രയും കരിങ്കല്ല് പോലെ ഉറച്ചുപോയാൽ നീ കരയാൻ പറ്റുന്നില്ലെങ്കിൽ അഭിനയിക്കാനാ പറഞ്ഞത്.
ഒന്ന് കരയുന്നവരെ പോലെയെങ്കിലും ഒന്ന് അഭിനയിക്കണം. ഇന്നിവിടെ നിന്ന് പിരിയുമ്പോൾ ദുആ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ കരയണം, അല്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്കണം. എന്നിട്ട് വേണം ഇവിടെ നിന്ന് സലാത്ത് പറഞ്ഞു പിരിയാൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഉസ്താദ്, ഇന്ന് അവസാനം ഉസ്താദ് ദുആ ചെയ്യുന്ന സമയം ഇൻഷാ അല്ലാ ഒന്നുകിൽ ഞാൻ കരയും, ഇല്ലെങ്കിൽ ഞാൻ അഭിനയിക്കും. ഇൻഷാ അല്ലാ നിയ്യത്ത് ചെയ്യ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കരയാമെന്ന് തീരുമാനിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്ക്. ഇന്ന് ഇവിടെ നിന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരയുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഈ കൈപൊക്കാത്തവന്മാരുടെയൊക്കെ കണ്ണിപ്പൊ തെള്ളുന്ന വാരി ഞാൻ പറഞ്ഞുതരാം. ഈ കൈപൊക്കാത്തവരുണ്ടല്ലോ, ഈ കൈ പൊക്കാതിരിക്കുന്നവർക്ക് റബ്ബ് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൊക്കിയല്ലോ, ഞാൻ ദുആ ചെയ്യട്ടെ. പൊക്ക്. കരയുമെന്ന് തീരുമാനിക്കണവരൊക്കെ അള്ളാഹുവെ, ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആരെല്ലാം ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് കരയുമെന്ന് തീരുമാനിച്ചോ, അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, അള്ളാഹുവെ നീ അവരെ മാരകമായ അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അള്ളാഹുവെ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഈ കൈപൊക്കിയവരെ നീ പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈകൊണ്ട് വാങ്ങാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, സ്വർഗം ചോദിക്കാൻ ഞങ്ങൾക്കൊരവകാശവുമില്ല. പടച്ചവനെ, ഈ കൈപൊക്കിയതിനു പകരമെങ്കിലും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ പടച്ചവനെ, ദുആ ചെയ്യുന്ന സമയത്തൊന്ന് കരയ്, അല്ലെങ്കിൽ നീ ഒന്ന് അഭിനയിക്ക്. അതിനുപോലും മനസ്സില്ലാത്ത ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് നീ ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൈ പൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം പറയാനും പോവുകയാണ്. ഇന്ന് കരയുമെന്ന് തീരുമാനിച്ചല്ലോ. ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ഒന്ന് കരയുമെന്ന് തീരുമാനിച്ച ഈ കൈ പൊക്കിയവർക്ക് അള്ളാഹു 5 പ്രതിഫലം തരുമെന്ന്